അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മുൻപെങ്ങോ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, യൗവന തീക്ഷ്ണവും പ്രണയസുരഫലവുമായ കലാലയ ജീവിതം ഓർമ്മപ്പെടുത്താറുണ്ട് നെല്ലിക്ക എന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിനി 1 കിലോ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ തുടച്ചെടുക്കണം. പിന്നെ നമുക്ക് കരിവേപ്പില വേണം, 1 കുടം വെളുത്തുള്ളി, 6 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ 1 കഷ്ണം വാളംപുളി, മുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, അച്ചാർ പൊടി 3 ടീസ്പൂൺ, കടുക്, ഉലുവ എന്നിവ വറുത്ത് പൊടിച്ചതാണിത്. ഞാനിവിടെ നെല്ലിക്ക ആവിക്ക് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴന്നു വരണം. ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യാൻ, അതിൻ്റെ പച്ചപ്പ് ചെറുതായിട്ടൊന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു കല്ലിപ്പ് പോലെ ആവണം, വറന്നു വരണം. ഇഞ്ചിയുടെയും ആ പച്ചപ്പ് ഒന്ന് മാറി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇല്ലെങ്കിൽ നമുക്ക് കാന്താരി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാന്താരി ചതച്ച് കൂടെ ചേർത്താൽ മതിയാവും. എൻ്റെ കയ്യിൽ ഇപ്പോൾ കാന്താരി ഇല്ല, അതുകൊണ്ട് ഞാൻ പച്ചമുളക് എടുത്തതാണ്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വാടി വരണം. വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ ആ പൊടികൾ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഉലുവയും കടുകും കൂടെ വറുത്ത് വെച്ചതും കൂടെ ഇടാം കേട്ടോ. കരിയരുത്, ലോ ഫ്ലെയിമിൽ വേണം ഇത് വറക്കാൻ. ഇനി പുളി പിഴിഞ്ഞതും കൂടെ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആ പുളിയുടെ ഒരു പച്ചച്ചുവയും കൂടെ ഒന്ന് മാറി കിട്ടുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി വരട്ടിയെടുക്കുക. നെല്ലിക്ക ഒരുപാട് വിണ്ട് കീറിയ രീതിയിൽ എടുക്കുന്നത് ഇവിടെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഒരുപാട് വെന്തിട്ടുള്ള രീതിയിൽ എടുത്താലും കുഴപ്പമില്ല. നെല്ലിക്ക അതിലോട്ടിട്ട് ഒന്ന് ഞാൻ ഇളക്കി വരട്ടിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അതിലെ വെള്ളം ശരിക്കും ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ചാറിന് വേണ്ടിയിട്ടോ. ഇവിടെ ചാറൊന്നും അധികം വേണ്ട, അപ്പോൾ ചാറ് കുറച്ച് മതി എന്നുള്ളത് കൊണ്ട് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് 2 മിനിറ്റ് നമുക്കിനി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.